ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എനിക്കുണ്ടായ ഒരു തോട്ടാണ്. ഇത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഗുരുജിയുടെ വാക്കുകൾ, അതായത് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ എല്ലാ റേഡിയേഷൻസും, കോസ്മിക് റേസും, സകല റേഡിയേഷനും നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നതായി സങ്കല്പിക്കുക എന്ന് പറഞ്ഞു. ഈ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് ബോഡി ചക്രയെക്കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രവും വിസിബിൾ റീജിയണും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഈ ചക്രയുടെ നിറങ്ങളെക്കുറിച്ചും അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും ഇത് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം മനസ്സിലാക്കിയിരുന്നു. വിബ്ജിയോർ, സപ്തവർണ്ണങ്ങൾ, അതുപോലെ തന്നെ കോസ്മിക് റേസ് മുതൽ റേഡിയോ വേവ്സ് വരെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് മാറ്റർ ആൻഡ് എനർജി ഇൻ്ററാക്ട്. സോ ദർ ഇസ് ഇഫക്റ്റ് ഓഫ് റേഡിയേഷൻ ഓൺ എവ്രി മാറ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഓരോ റീജിയണും ഏതേതെല്ലാം ട്രാൻസിഷൻസാണ് മോളിക്യൂൾസിലും മാറ്ററിലും ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തു. അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ UV വിസിബിൾ റീജിയണിലും, മോളിക്കുലാർ വൈബ്രേഷണൽ ചേഞ്ചസ് IR റീജിയണിലും, മോളിക്കുലാർ റൊട്ടേഷണൽ ചേഞ്ചസ് മൈക്രോവേവ് റീജിയണിലും, അതുപോലെ മാഗ്നറ്റിക് റെസൊണൻസായ ESR മൈക്രോവേവ് റീജിയണിലും, NMR റേഡിയോ വേവ് റീജിയണിലും, അതുപോലെ തന്നെ എക്സ് റേസ്, ഗാമ റേസ്, ക്രിസ്റ്റലോഗ്രാഫിക് സ്റ്റഡീസിനും, കോസ്മിക് എനർജി, കോസ്മിക് റേഡിയേഷൻ്റെ ക്യാരക്ടറൈസേഷനും ആയിട്ട് ഉപയോഗിക്കുന്നതായി മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വിവിധ റീജിയണുകൾ, അതുപോലെ വിബ്ജിയോറിൻ്റെ വിവിധ റീജിയണുകൾ മനുഷ്യ ശരീരത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത്. തീർച്ചയായിട്ടും ഓരോ ആറ്റമിനെയും, മോളിക്യൂളിനെയും, പ്രോട്ടോണിനെയും, ഇലക്ട്രോണിനെയും എല്ലാം എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ ശരീരത്തിലെ ചില ഇമ്പോർട്ടൻറ്റ് റീജിയൻസ്, ദറ്റ് ഈസ് ക്രേനിയൽ, സെർവിക്കൽ, തൊറാസിക്, ലംബാർ ആൻഡ് സാക്രൽ, ഇവിടെയെല്ലാം ചില നാഡി സമൂഹങ്ങൾ അല്ലെങ്കിൽ നാഡികളുടെ കൂടിച്ചേരലുകൾ നമ്മൾ കാണുന്നുണ്ട്. മോഡേൺ സയൻസും മെഡിക്കൽ സയൻസും ഇതെല്ലാം എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ച ഓരോ റേഡിയേഷനും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ആറ്റമിനെയും, ഇലക്ട്രോണിനെയും, പ്രോട്ടോണിനെയും, മോളിക്യൂൾസിനെയും എല്ലാം എക്സൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള റീജിയൻസ്, നാഡീ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ചക്രാസ് എന്ന് ആചാര്യന്മാർ പറയും. അപ്പോൾ ശരീരത്തിലുള്ള ചക്രകളെ അത് ഉത്തേജിപ്പിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ഒരാളെ നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ, നമ്മൾ അദ്ദേഹത്തെ പിടിച്ച് ഉയർത്തുമ്പോൾ അയാളും കൂടി ഒന്ന് ഉയർന്നാൽ ഉയരുന്ന പ്രക്രിയ വേഗമാകും. നമ്മൾ പിടിച്ചുയർത്താൻ ശ്രമിക്കുന്തോറും അയാൾ ഉറച്ചു തന്നെ ഇരിക്കുകയാണെങ്കിൽ ഉയരാൻ ബുദ്ധിമുട്ടാണ്. റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ, അതിനെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ, നമ്മുടെ ശരീരവും ആ വൈബ്രേഷന് റെഡിയാണെങ്കിൽ ഈ ഉണർവ് വേഗമുണ്ടാകും. നമുക്ക് ആ വൈബ്രേഷൻ ലെവല് റേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ലെവല് കൂടുതൽ ഉയരത്തിൽ എത്തും. അപ്പോൾ അതിന് നമ്മളും കൂടെ, നമ്മുടെ ബോഡിയും കൂടെ തയ്യാറായിരിക്കണം. അല്ലാത്ത പക്ഷം ഈ വൈബ്രേഷൻസ് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. സോ അതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ വി ഷുഡ് ഓൾസോ ബി റെഡി ടു അക്സെപ്റ്റ് ദ റേഡിയേഷൻസ് ആൻഡ് എൻഹാൻസ് അവർ ബോഡി വൈബ്രേഷൻസ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് അബ്സോർപ്ഷൻ. ഓക്കെ, നമ്മുടെ ബോഡിയിലെ വിവിധ ചക്രകളാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സപ്തസ്വരങ്ങൾ പോലെ ഈ സപ്തവർണ്ണങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഓരോരോ ചക്ര, ഈ ചക്രയുടെ പേരൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. സോ നമ്മുടെ ഈ 7 ചക്രയിലേക്കും
ഉത്തേജിപ്പിക്കുന്ന റേഡിയേഷൻസായിട്ട് നമുക്ക് ഈ വിബ്ജിയോറിനെ കാണാം. അതുപോലെ തന്നെ സപ്തസ്വരങ്ങൾ, സാ രി ഗ മ പ ധ നീ സ. അതുപോലെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും റേഡിയോ വേവ്സിൽ നിന്ന് ഉയർന്ന് മൈക്രോവേവ്, IR, വിസിബിൾ, UV, എക്സ്റേസ് ആൻഡ് ഗാമ റേസ് ഒരു കോമൺ റീജിയനായിട്ട് എടുത്താൽ പിന്നെ കോസ്മിക് റേസ്. അപ്പോൾ ഈ ഒരു സിമിലാരിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരോ റേഡിയേഷനും ഓരോരോ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂക്ലിയസിനെയും ആറ്റമിനെയും മോളിക്യൂളിനെയും കോമ്പൗണ്ട്സിനെയും അതിൻ്റെ വൈബ്രേറ്ററി, റൊട്ടേറ്ററി, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഉയർത്തുമ്പോൾ അത് നമ്മുടെ നെർവ് പ്ലെക്സസിനെ അതുപോലെ തന്നെ ഉത്തേജിപ്പിക്കുന്നതായി കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവയുടെ ആക്ഷനോടൊപ്പം നമ്മൾ കൂടി ഉയരാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റഡീസിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ റേഡിയേഷൻ സെലക്ട് ചെയ്ത് സാമ്പിളിൽ വീഴിച്ച് അതിൻ്റെ ഇൻട്രാക്ഷൻ ആണ് സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എക്സ്റേ ഫോട്ടോസ് എടുക്കുന്നു, MRI സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ ഉപയോഗിക്കുകയാണ്. അത് വളരെ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നേച്ചറിൽ ഈ റേഡിയേഷൻ നമ്മുടെ ചക്രകളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. അത് ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം എന്ന രീതിയിലാണ് ഈ ഡിസ്കഷൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക കമൻ്റായിട്ട്. ഓക്കെ, ഇതെൻ്റെ മാത്രം ഒരു ചിന്തയാണ്. ഇതിന് എതിരഭിപ്രായങ്ങളുണ്ടാകാം. ഏതായാലും നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഇത് റേഡിയേഷൻസ് ഹാംഫുൾ ആകുന്നത് ആ റേഡിയേഷൻസ് കോൺസ്റ്റൻ്റായിട്ട് വീഴുമ്പോഴാണ്. നമ്മളിവിടെ പ്രകൃതിയിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയേഷന് ഒരിക്കലും അപകടകരമായിട്ടല്ല, നാച്ചുറലായിട്ടുള്ള റേഡിയേഷനെ കുറിച്ചാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ.